ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന ദൈവവചന സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിന് വചനം അയച്ച് ദൈവം നമ്മളെ സൗഖ്യമാക്കുക. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ഓരോ ദിവസവും മനുഷ്യൻ കടന്നു പോകുന്നത്. എന്നാൽ ദൈവവചനം കേൾക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവം ഇതിൽ കുലുങ്ങിപ്പോകുവാൻ, തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച്, നിരാശകൾ മാറ്റിവെച്ച്, ആകുല ചിന്തകൾ മാറ്റിവെച്ച്, നാളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ കൂടുതലായി ആശ്രയിക്കുവാൻ, കർത്താവിനെ കൂടുതലായി ശരണപ്പെടുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ, ചില സമയത്ത് വീട്ടിൽ, ഭവനത്തിൽ, യാത്രയിൽ, ജോലി സ്ഥലത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ചിന്തകൾക്കകത്തേക്ക് കയറിക്കൂടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഇതൊക്കെ നടക്കും, എന്തു ചെയ്യും? പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തടത്ത് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ദൈവത്തിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, കർത്താവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ കൈകൾ കുറുകിപ്പോകുമ്പോൾ കുറുകാത്ത കയ്യ നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ. അതായത് യെശയ്യാ 59:1 പറയും, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നമ്മുടെ കൈ കുറുകിപ്പോവും, നമ്മുടെ ചെവി മന്ദമായി പോകും, നമ്മുടെ ശരീരത്തിന് ക്ഷീണിക്കും, ദ്രവത്വമുള്ളതാണ്. പക്ഷേ കുറുകാത്ത കയ്യ, മന്ദമാകാത്ത ചെവിയ ദൈവത്തിൻ്റെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾപ്പാൻ അവിടുന്ന് ശക്തനാണ്. പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിന് വേണ്ടി കരം നീട്ടി വിടിവിപ്പാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. ഇന്നത്തെ അവസ്ഥകൾ മാറും, ഇന്നത്തെ സാഹചര്യങ്ങൾ മാറും, ദൈവം പ്രവർത്തിക്കും. മനുഷ്യരെ സഹായിക്കാമെന്ന് പറഞ്ഞവരെന്ന് നമ്മുടെ കൂടെ കാണത്തില്ല. അവരും മനുഷ്യരാണ്, അവർക്കും പരിമിതിയുണ്ട്. അതൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, സൈമൻ സാറാ പാടിയത്, മാനുഷികമായ കൈകൾ താണുപോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈ എനിക്ക് ഉണ്ട് സ്വർഗത്തിൽ. എൻ്റെ മൊഴി കേൾപ്പാൻ ഭൂമിയിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതുണ്ട് സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോൾ ശാപമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എനിക്ക് മനുഷ്യരിൽ ഒരു പ്രതീക്ഷയുമില്ല, മനുഷ്യൻ പറഞ്ഞ വാക്കിൽ പ്രതീക്ഷയില്ല. എല്ലാ മനുഷ്യരും ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. അത് ലോകത്തിൽ വെച്ചിരിക്കുന്നതാണ്. ലോകത്തിൽ കഷ്ടമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കഷ്ടമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ കുറുകാത്തൊരു കൈ, മന്ദമാക്കാത്തൊരു ചെവി നമുക്കുണ്ട്. അത് നമ്മുടെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ, നമ്മെ സഹായിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ചെയ്യേണ്ടത് നിരാശപ്പെട്ടിരിക്കുകയല്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുക, പായിട്, ധൈര്യമായിട്ടിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. വഴിയരികിലിരുന്ന കുരുടനായ മനുഷ്യൻ, അവനെ യേശു സൗഖ്യമാക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. നമ്മൾ പലതവണ ദൈവവചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ കുരുടനായ മനുഷ്യനെ നാം ഒന്ന് പഠിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ 3 വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല, എന്നും ഒരേ അവസ്ഥയിൽ ഇരിക്കുമെന്നാണ് അവൻ പോലും ചിന്തിച്ചത്. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരുന്നു. ആ സമയം വെളിപ്പെട്ടപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഈ കുരുട മനുഷ്യനെ കുറിച്ച് 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: അവൻ എരിഹോവിനെ അടുത്തപ്പോൾ, അതായത് യേശു എരിഹോവിനെ അടുത്തപ്പോൾ, ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. കുരുടനായ മനുഷ്യൻ വഴിയരികെ ഇരിക്കുന്നു. അവൻ്റെ പ്രവൃത്തി അവിടെ വായിക്കുന്ന ഇരക്കുകയായിരുന്നു, ബെഗ്ഗിങ് ആയിരുന്നു.
അവനെ വേണം നമുക്ക് ഇങ്ങനെ വിളിക്കാം, ബെഗിങ് ബെഗർ. ഇരന്നുകൊണ്ടിരിക്കുന്ന, ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ. അവനിപ്പോൾ ചെയ്യുന്നത് ബെഗിങ്ങാണ്, ഇരക്കുകയാണ്. അവൻ്റെ വായിലൂടെ ഇരക്കുകയാണ്. വല്ലതും തരണേ, എന്തെങ്കിലും തരണേ, അമ്മ വല്ലതും തരണേ, ഇതവൻ്റെ വായിലൂടെ പറയുന്നത്. എല്ലാവരും ചിന്തിച്ചു ബെഗിങ് സ്റ്റേജ് വിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് അവൻ പോകത്തില്ല. എന്നും ഈ ബെഗിങ് സ്റ്റേജിൽ നിൽക്കും, എന്ന് ഇരക്കുന്നൊരു അനുഭവമായിരിക്കും. പക്ഷേ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നസറേയനായ യേശു കടന്നു പോകുന്നുവെന്ന് അവൻ അറിഞ്ഞു. അവനറിയാനൊരു കാരണമുണ്ട്. വലിയ പുരുഷാരം, വലിയ ആൾക്കൂട്ടം അതുവഴി പോകുന്നതിൻ്റെ ശബ്ദവും കേട്ടപ്പോഴേ വെച്ച് എന്തോ സംഭവം, എന്താ ആളുകൾ, ഇത്രയും ആളുകൾ അതുവഴി പോകുന്നത്? അവന് കണ്ണല്ലേ കാണാതിരുന്നുള്ളൂ, അവൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, നസറേയനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചു. 37-ാം വാക്യം. അത് കേട്ട ഉടനെ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. യേശു ആരാ എന്താന്നൊക്കെ അവനറിയാം. അവിടെ പറയുക, ദാവീദ് പുത്ര യേശുവെ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവിടെ ദാവീദ് പുത്ര എന്ന് യേശുവിൻ്റെ പേരെടുത്ത് വിളിക്കുന്നു. അവരെ തടയാൻ നോക്കിയിട്ട് അവൻ വീണ്ടും എത്രത്തോളം തടയുന്നു അത്രത്തോളം പൂർവാധികം ശക്തിയോടെ അവൻ നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണും. നിലവിളിക്കുകയാണ് എങ്കിലും, അവൻ കരയുകയാണെങ്കിലും അതൊരു പ്രാർത്ഥനയുടെ അനുഭവമാണ്. ബെഗിങ് സ്റ്റേജ് എന്നും ഇരിക്കുമെന്നാണ് ആളുകൾ ചിന്തിച്ചത്. പക്ഷേ യേശുവിനെ കുറിച്ച് അവൻ കേട്ടപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അവനിപ്പോൾ പ്രേയിങ് ബെഗറാണ്, കരയുക, പ്രാർത്ഥിക്കുക, യേശുവിനോട് കരയുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥന തന്നെ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് ഒരു നിഴലാണ് ആ മനുഷ്യൻ. അവൻ്റെ ബെഗിങ് സ്റ്റേജിൽ നിന്ന് അവന് പുറത്തു വരാൻ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, യേശുവിനോട് നിലവിളിക്കാൻ തുടങ്ങി. ആ ഒരു കാര്യമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിയത്. യേശു അതുവഴി കടന്നു പോകുന്നു. ഒരുപാട് ആൾക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ടിട്ടാണ് കൂടെയുള്ള അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചത്, എന്താ ഇത്ര ശബ്ദമെന്ന്. അപ്പം അത്രമാത്രം ശബ്ദം അതുവഴി പുറപ്പെടുവിക്കുന്നുണ്ട് ആളുകൾ. അതുപോലെ ജനസാഗരം അങ്ങോട്ട് പോവുക. അതിൻ്റെ നടുവിലാണ് ഈ മനുഷ്യൻ അലറി വിളിച്ചത്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇവിടെ തൻ്റെ കണ്ണ് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ അധരം അവൻ ചലിപ്പിച്ചു, അവൻ്റെ കാത് അവൻ കൂർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവം എല്ലാ വഴിയും അടയ്ക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സ്പോട്ട് ദൈവം വെച്ചിരിക്കും. ഇവൻ അന്ധനാണെന്നേ ഉള്ളൂ, പക്ഷെ അവൻ്റെ കാത് അവൻ കൂർപ്പിച്ചിരുന്നു. അതനുസരിച്ച് അവൻ ആക്ഷൻ എടുത്ത് അവൻ്റെ വാ തുറന്നവൻ ചോദിച്ചെന്ന് മാത്രമല്ല, യേശു ആ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഒച്ചത്തിൽ നിലവിളിച്ചു. പ്രിയമുള്ളവരെ, എന്നും ഒരേ സ്റ്റേജിൽ ഇരിക്കാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് പറയാക്കിയോ എന്നും ഈ സ്റ്റേജിൽ ഇരിക്കത്തേ ഉള്ളൂ. ബെഗിങ് ബെഗർ നോ. യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. സന്ദേശത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അവനിപ്പോൾ പ്രേയിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ താങ്കൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സഹോദര സഹോദരി എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അത്ഭുതങ്ങൾ ചെയ്യും. പ്രാർത്ഥന സാഹചര്യങ്ങളെ മാറ്റും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരും. നെഗറ്റീവായിട്ടുള്ള നിരാശയുടെ ചിന്തകൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അസ്വസ്ഥതകൾ വീട്ടുമാറും. ഇപ്പോൾ താങ്കളായിരിക്കുന്ന സിറ്റുവേഷനകത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ, ഒരു സ്വസ്ഥത നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ കലങ്ങി മറിയുന്ന അനുഭവമാണോ? ഒരു ശാന്തത പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവ സാഹചര്യങ്ങളെ മാറ്റും. ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ ഈ മനുഷ്യൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അവൻ നിലവിളിച്ചു, അവൻ കരഞ്ഞു. കരയുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തു അവിടെ നിന്നു. ബാക്കി നമുക്കറിയാം. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, കാഴ്ച വേണമെന്ന് പറഞ്ഞു, അങ്ങനെ കാഴ്ച കൊടുത്തു. എന്നിട്ട് 43-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. അത് നമ്മളെ ഇരക്കുന്ന ഭിക്ഷക്കാരനെ കണ്ടത് 35-ാം വാക്യത്തിൽ. എന്നാൽ ആ സ്റ്റേജ് വിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഭിക്ഷക്കാരൻ
ബെഗിങ് സ്റ്റേജ് വിട്ട് പ്രേയിങ് ഓർ ക്രൈയിങ് സ്റ്റേജിലേക്ക് വന്നു. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പ്രൈസിങ് ബെഗർ. അവൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രൈസിങ്ങാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വീകരിക്കുക. 35-ാം വാക്യത്തിൽ ഇരക്കുന്നവൻ 43-ാം വാക്യം വന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ നിലവിളി, അവൻ്റെ കരച്ചിലാണ് ദൈവത്തെ മഹത്വം കൊടുക്കാനായിട്ട് അവൻ്റെ അതരത്തെ കൺവേർട്ട് ചെയ്തത്, ആ സാഹചര്യത്തെ തിരിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതൊരു സാഹചര്യത്തെയും ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന സാഹചര്യമാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഇന്നിലായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. എങ്ങനെ മഹത്വം കൊടുക്കാൻ പറ്റും? പേടിക്കണ്ട, പ്രാർത്ഥിച്ചു തുടങ്ങുക. ആ സാഹചര്യത്തെ മഹത്വത്തിന് കാരണമാക്കുന്ന സാഹചര്യമാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് തയ്യാറാകും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ? ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥന തന്നെ. മനുഷ്യൻ്റെ കൈ കുറുകിപ്പോവും, മനുഷ്യൻ്റെ അതരം മൗനമായി പോവും, മനുഷ്യൻ്റെ ചെവി മന്ദമായി പോവും. പക്ഷെ മന്ദമില്ലാത്തൊരു കാത് പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവം, കൂടെ ഇരുന്ന് വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവം, അത് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ബെഗിങ് സ്റ്റേജ് വിട്ട് പ്രേയിങ് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ അവസാനം പ്രൈസിങ് സ്റ്റേജിലെത്താൻ ആ കുരുടനായ മനുഷ്യനെ ദൈവം അനുവദിച്ചു. അതേ പ്രിയരെ, പ്രാർത്ഥന ദൈവത്തെ മഹത്വം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒരു ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കേണ്ട വ്യക്തിയാണ്. ഒരു ദൈവത്തിൽ എപ്പോഴും ദൈവത്തിന് സ്തോത്രം കൊടുക്കേണ്ട വ്യക്തിയാണ്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അതര ബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ദൈവത്തെ മഹത്വം കൊടുക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ സാഹചര്യം ഒരു വിഷയമല്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും, ഭാരമാണ്, നിരാശയാണ്. പക്ഷേ ആ സാഹചര്യത്തെ മറ്റുള്ളവർക്ക് പോലും ദൈവത്തെ മഹത്വം കൊടുക്കത്തക്ക നിലവാരത്തിലാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇവിടെ ഈ മനുഷ്യനെ ആരും ഗവനിച്ചില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ഇവൻ ഇനിഷ്യേറ്റീവ് എടുത്താണ് കാര്യങ്ങളൊക്കെ ചെയ്തത്, കർത്താവിനെ നിലവിളിച്ചത്. മറ്റുള്ളവർ മൗനമാക്കാൻ ശ്രമിച്ചപ്പോഴും ഈ മനുഷ്യൻ അധികം നിലവിളിച്ചു. അവസാനം സംഭവിച്ചത് ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തെന്ന് അവസാനം വായിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും അറിഞ്ഞോ അങ്ങനെ ഒരു പുകഴ്ച കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ഉണ്ടാവുന്നു? മൗനമാക്കാൻ ശ്രമിച്ചവർ പോലും ഇപ്പം ദൈവത്തെ സ്തുതിക്കുക. നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് നിന്നെ പരിഹസിക്കുന്നവർ കാണും. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചവർ കാണും. പക്ഷെ വിശ്വാസത്തോടെ ഈ വർഷത്തിൻ്റെ പ്രാരംഭ സമയത്ത് ആത്മനിറവിൽ ഈ വചനം പറയുമ്പോൾ കേട്ടുകൊള്ളുക. അങ്ങനെ പരിഹസിച്ചവർ പോലും ദൈവത്തെ സ്തുതിക്കാൻ ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു എന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ദൈവം അയച്ച ദൈവപ്രവൃത്തി കണ്ട് മറ്റുള്ളവർ ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന അനുഭവം ദൈവം തരും. നിലകളിൽ ദൈവം തന്നിട്ടില്ലേ? അവിടെ നിന്ന് വിശ്വസ്തനാകട്ടോ. നിലകളിൽ ചെയ്ത ദൈവപ്രവൃത്തി ഇന്നും ആവർത്തിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാ. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. എത്രയോ ആളുകൾ അവിടെ കൂടിയത്. കളിയാക്കിയവർ പോലും ഇപ്പോൾ പുകഴ്ച കൊടുക്കുക. അതല്ലേ നമുക്ക് വേണ്ടത്? അതേ പ്രിയരെ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ ശക്തനാണ്. പ്രാർത്ഥനയിൽ തുടരുക. മഹത്വം ദൈവത്തിന് കൊടുപ്പാൻ ദൈവം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഒരുക്കിത്തരും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോട് സംസാരിക്കണമെന്നുള്ള മനോഭാവത്തോടെ ദൈവജനത്തിനു മുമ്പാകെ ഇരുന്ന സകല കേൾവിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, കർത്തൃദാസന്മാരുണ്ടല്ലോ, എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണേ. ഏതൊരു സാഹചര്യത്തെയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സാഹചര്യമാക്കി മാറ്റുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഈ സന്ദേശം കേട്ട സകല വ്യക്തികൾക്കും അപ്രകാരം ജീവിപ്പാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രാർത്ഥിപ്പാൻ അവിടെ നിന്ന് കൃപ തരണമേ.
സകല വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി വിശേഷാൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മാതാപിതാക്കളെ ഈ സമയത്തോർത്തു പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.